ഹായ്, ഞാൻ ആദിഷ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ അവരോട് സംസാരിക്കാതെ തന്നെ കോളോ മെസ്സേജോ ഒക്കെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള 3 സീക്രട്ടുകളെ കുറിച്ചാണ്. വെരി വെരി പവർഫുൾ സീക്രട്ടാണ്. അപ്പോൾ നമ്മളൊരാളുമായിട്ട് നല്ല പരിചയമുണ്ട്, ആ വ്യക്തിയുടെ അടുത്ത് നമ്മുടെ നമ്പറുണ്ട്, നമ്മൾ ഓൾറെഡി ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ കൊളീഗ്സോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഫാമിലിയിൽ അകന്ന ഫാമിലിയിൽ ഏതെങ്കിലും ഒരു മെമ്പറാണ്, നമുക്ക് അവരെ ഇഷ്ടമാണ്, നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കൊരാഗ്രഹമുണ്ട്, അവർ നമ്മളെ വിളിക്കണം അല്ലെങ്കിൽ മെസ്സേജ് അയക്കണം. ഇനി ഇതല്ല കേസ്. ഇപ്പോൾ ഓൾറെഡി റിലേഷൻഷിപ്പിലായിരുന്നു, ബ്രേക്കപ്പായി, ആ വ്യക്തി എന്നെ ഒന്ന് വിളിക്കണം. ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള 3 പവർഫുൾ സീക്രട്ട്. ലൈക്ക് ചെയ്തിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇഷ്ടപ്പെട്ടാൽ താങ്ക് യു എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് സീക്രട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ ഐയിൽ നമ്മളത് കൃത്യമായിട്ട് ഇമാജിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് പറയാൻ പോകുന്ന സീക്രട്ട് എന്ന് പറയുന്നത് ചെറുതായിട്ടൊന്ന് പറയാം. ഇമാജിനേഷൻ പ്ലസ് ഫീലിംഗ് പ്ലസ് വോയിസ്, ഇത് 3ഉം ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു പവർഫുൾ സീക്രട്ടാണ്. സോ അതുകൊണ്ട് മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഇമാജിനേഷൻ്റെ ഭാഗമായിട്ട് ഇന്നർ ഐയിൽ നമ്മളത് കൃത്യമായിട്ട് എങ്ങനെ കാണുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ചതിന് ശേഷം നമ്മുടെ ഉൾക്കണ്ണിൽ നമ്മൾ കാണുക, കണ്ണ് തുറക്കാതെ കണ്ണടച്ചുകൊണ്ട് മനസ്സിൽ കാണുക, ആ വ്യക്തി നിങ്ങളെ വിളിക്കുന്നതായിട്ട്, ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ആ വ്യക്തി മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ റിപ്ലൈ ചെയ്യുന്നതായിട്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നു, അങ്ങോട്ട് റിപ്ലൈ ചെയ്യുന്നു, ഇങ്ങോട്ട് വിളിക്കുന്നു, അങ്ങോട്ട് തിരിച്ച് സംസാരിക്കുന്നു, നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ച് എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും, മെസ്സേജ് അയക്കുന്നതുമായിട്ടുള്ള വിഷ്വൽസ് ആണ് നിങ്ങൾ കാണേണ്ടത്. അത് എത്രത്തോളം ക്ലാരിറ്റിയോട് കൂടി കാണാൻ പറ്റുമോ അത്രത്തോളം ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഫോക്കസ് ചെയ്ത് കാണുക എന്നുള്ളതാണ് ഒന്നാമത്തെ ടെക്നിക്ക്. ഓക്കെ, രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് ഫീലിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം അതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. ഇത് കാണുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ 5 സെൻസസ് ഉപയോഗിച്ചുകൊണ്ട് അത് മാക്സിമം ഫീൽ ചെയ്യുക. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഫീൽ ചെയ്യുക. ആ ഒരു സന്തോഷം, ആ ഒരു എനർജിയും എക്സൈറ്റ്മെൻറ്റും ക്യൂരിയോസിറ്റിയും ഒക്കെ നിങ്ങൾ ഹാർട്ടിൽ ഫീൽ ചെയ്യുക. ഹൃദയത്തിൻ്റെ ആ ഒരു ഏരിയയിൽ അത് മാക്സിമം ഫീൽ ചെയ്യുക. ഫേസിൽ ഒരു ചെറിയ സ്മൈൽ കൊണ്ടുവരിക. എന്നിട്ട് മാക്സിമം സന്തോഷത്തോട് കൂടിയിട്ട് ഒരു ചെറിയ സ്മൈലൊക്കെ മുഖത്ത് കൊണ്ടുവന്ന് ഹാർട്ടിൻ്റെ അവിടെ അത് നന്നായിട്ട് ഫീൽ ചെയ്യുക. ആ ഒരു ഇമാജിനേഷൻ പ്ലസ് ഒരു മാഗ്നറ്റിക് ഫീലിംഗ് കൊണ്ടുവന്നു. ഇതാണ് രണ്ടാമത്തെ ടെക്നിക്ക് കേട്ടോ. ഇത് രണ്ടും ഒന്നിച്ച് ചെയ്യാം നിങ്ങൾക്ക്. ഇതിൻ്റെ കൂടെ തന്നെ ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷം മൂന്നാമതായിട്ട് ചെയ്യേണ്ട ടെക്നിക്ക് എന്ന് പറയുന്നത് വിസ്പർ ടെക്നിക്ക് എന്നതിനെ പറയുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി, ഓക്കെ, ആ വ്യക്തി നമ്മുടെ പുറകിലുണ്ടെന്ന് സങ്കല്പിക്കുക. ആ വ്യക്തി നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ആ വ്യക്തി നിങ്ങളുടെ ചെവിയിൽ സംസാരിക്കുന്നത് പോലെ ഇമാജിൻ ചെയ്യുക. എന്താണ് ഇമാജിൻ ചെയ്യേണ്ടത്? ആ വ്യക്തി നിങ്ങളോട് പറയുന്നത് ഞാൻ പറയാൻ പോകുന്ന സെൻറ്റൻസുകളൊക്കെയാണ്. അങ്ങനെയാണ് ഇമാജിൻ ചെയ്യേണ്ടത്. എനിക്ക് നിന്നെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. ഞാൻ എപ്പോഴും നിന്നെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. എനിക്ക് നിന്നെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നെ ഇപ്പോൾ ഈ നിമിഷം ഫോണിൽ വിളിക്കാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ നിങ്ങളോട് പറയുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പം നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കേണ്ടത് താങ്ക് യു, വെൽക്കം, താങ്ക് യു, വെൽക്കം. ആ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ തിരിച്ചറിയിക്കുക. വെൽക്കം അഥവാ കോൾ ചെയ്തോളാൻ വേണ്ടി നമ്മൾ വെൽക്കം ചെയ്യുകയാണ്. ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ താങ്ക് യു, വെൽക്കം, അങ്ങനെ നമ്മൾ ഉള്ളിൽ ഫീൽ ചെയ്യുന്നു. ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നേരം, ഒരു 2-3 മിനിറ്റ് അങ്ങനെ പറയുന്നതായിട്ടും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതായിട്ടും മാക്സിമം മനസ്സിൽ ഫീൽ ചെയ്യാം. അപ്പോൾ ഇവിടെ വോയിസ് എന്ന് പറയുന്നത് ഈ വിസ്പർ എന്ന് പറയുന്ന ടെക്നിക്കിൽ നമ്മൾ കൊണ്ടുവന്നു. ഫസ്റ്റത്തെ ഇന്നർ ഐ എന്ന് പറയുന്ന ടെക്നിക്കിൽ ഇമാജിനേഷൻ കൊണ്ടുവന്നു. രണ്ടാമത് പറഞ്ഞ മാഗ്നറ്റിക് ഫീലിംഗ് എന്ന് പറയുന്നതിൽ നമ്മൾ ഫീലിങ്സ് ആഡ് ഓൺ ചെയ്തു. അപ്പോൾ ഇത് 3ഉം കൂടി ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ അത് അത്രയും പവർഫുൾ ആയിരിക്കും. ഇതൊരു 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് രാത്രിയിൽ ചെയ്ത് നോക്കാൻ വില്ലിങ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ താഴത്ത് ഐ എം റെഡി, താങ്ക് യു എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളിത് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള ഒരു ചലഞ്ച് ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആ വ്യക്തി.
ആ വ്യക്തിയെ കൊണ്ട് എനിക്കൊരു കോൾ ചെയ്യിപ്പിക്കണം, മെസ്സേജ് ചെയ്യിപ്പിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാം. ഐ എം റെഡി എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. പ്ലസ് താങ്ക് യു. ഓക്കെ, നിങ്ങളുടെ റെസ്പോൺസ്, ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇനി നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് വേണം, അല്ലെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ഒരു റിലേഷൻഷിപ്പ് റെഡിയാക്കി എടുക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോ. സൊല്യൂഷൻ ഞങ്ങൾ തരാം. കൃത്യമായിട്ട് നിങ്ങളത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ ഹാപ്പിനെസ് ഉണ്ടാക്കാനായിട്ട് പറ്റും, മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഹാപ്പി ആയിട്ടിരിക്കുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.